തങ്ങൾ പറയുകയാണ്, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു നമസ്കാരം കഴിഞ്ഞ് പടച്ചവനെ ളുഹർ നമസ്കരിച്ചു, അല്ലാഹുവേ അസർ നമസ്കരിക്കണമെന്ന ആഗ്രഹത്തോടെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടല്ലോ. പച്ച മലയാളത്തിൽ പറഞ്ഞ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമുക്ക് നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കാൻ വല്ലാത്ത മടിയാണ്. പടച്ചവനെ ഇഅ്തികാഫിന്റെ ദിനങ്ങൾ കടന്നു വരികയാണല്ലോ. പള്ളിക്കകത്ത് നമസ്കരിക്കാൻ കടന്നു ചെന്നിട്ട് ആരാണ് സഹോദരായിരിക്കുന്ന പ്രായമുള്ളവരിയിരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കുമല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടുകയാണ്. പടച്ചവനെ എഴുന്നേറ്റ് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലേക്ക് ഇട്ടാൽ അത് വെള്ളത്തിലേക്ക് പോകാൻ പിടയുന്നത് പോലെ പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് കിടക്കുന്ന ജീവനുള്ള മത്സ്യത്തെ പിടിച്ച് കരയിൽ വെച്ചാൽ അത് പിടയുകയാണ്, അത് വെപ്രാളം കാണിക്കുകയാണ്. എന്തിനാണ് തിരിച്ച് വെള്ളത്തിലേക്ക് പോകാൻ? ഇതുപോലെയാണ് ചിലര് പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇമാമെന്ന് സലാം വീട്ടിയാൽ ഇറങ്ങി ഓടാറുള്ള തിരക്കാ. അത് നല്ല സ്വഭാവമല്ല ചെറുപ്പക്കാരാ, വാപ്പാ, അത് നല്ല സ്വഭാവമല്ല. നീയാണെങ്കിൽ എങ്ങനാ പള്ളിക്കകത്തിരിക്കുന്നവനാണ്, നമസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരിക്കുന്നവനാണ്. പക്ഷേ ഇമാമ സലാം വീട്ടിയാ നീ എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരാ പോകുന്നവനാ. നീ ഒരു മനുഷ്യനാണോ സഹോദരാ? നീ എന്തേ ചിന്തിക്കാത്തത്? നിസ്കാരപ്പായിലിരിക്കണമെന്നല്ലേ, നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കണമെന്നല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞോ? സുന്നത്ത് നമസ്കാരം കഴിഞ്ഞോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്തു, സ്വലാത്ത് പറഞ്ഞു. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയാലും നീ പോകല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. ആ നിസ്കാരപ്പായിലിരിക്കുമോള്, ആ നമസ്കരിച്ച സ്ഥലത്തിരിക്കുമോള് ദുആയിക്ക് ഇജാബത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിക്ക് ഉത്തരമുണ്ട്, നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിക്ക് ഉത്തരമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരപ്പായിക്ക് വല്ലാത്ത മഹത്വമുണ്ട്, അല്ലാഹുവിന്റെ പള്ളിക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്. പണ്ടത്തെ നിന്റെ വാപ്പയുണ്ടല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ, വാപ്പയ്ക്ക് സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം വന്നാൽ, എങ്കിലും മനസ്സിനുള്ള സമാധാനം കിട്ടാതെ വന്നാൽ, പടച്ചവനെ പണ്ടുള്ളവര് കള്ളു കുടിക്കാൻ പോകില്ലായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകില്ലായിരുന്നു, വഴിയോരത്ത് പോയിരിക്കില്ലായിരുന്നു. നമ്മുടെ വാപ്പയുടെ മനസ്സ് വേദനിച്ച വാപ്പ പള്ളിയിൽ പോയിരുന്ന് ദുആ ചെയ്യുമായിരുന്നു. നമ്മുടെ ഉമ്മമാരുടെ മനസ്സ് വേദനിച്ച മുസല്ലയിൽ കയറിയിരുന്ന് ഖുർആൻ ഓതി നിസ്കരിച്ചു ദുആ ചെയ്യുമായിരുന്നു. അവരങ്ങനെയാണ് പരിഹാരം കണ്ടിരുന്നത്, അവരങ്ങനെയാണ് പരിഹാരം കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവനോട് പറമോളെ, നിന്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളില്ലേ, ഒരുപാട് പ്രയാസങ്ങളില്ലേ, ആരോടും പറയാതെ ഹൃദയത്തിന്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളില്ലേ. ഇതൊക്കെ ആഗ്രഹങ്ങൾ നടക്കണ്ട്, നിന്റെ പ്രയാസങ്ങൾ മാറണ്ട്, നിനക്കും സമാധാനമുള്ള ഒരു ജീവിതം വേണ്ടേ. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നീറുകയല്ലേ. ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ. നിസ്കാരപ്പായിലിരുന്നിട്ട് ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബിനോട് പറവുമ്മാ, وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِي فَلْيَسْتَجِيبُوا لِي. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, കണ്ണിന്റെ ഞരമ്പ് നിന്നോടടുത്ത് കിടക്കുന്നത് പോലെ അല്ല നിന്റെ കൂടെ നടക്കുകയാണ്. നീ ചോദിക്കുന്നത് തരാൻ, നീ ദുആ ചെയ്യുന്നത് തരാൻ, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ.
പോയാൽ അള്ളാഹു നിന്റെ കൂടെയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പള്ളിയെ സ്നേഹിക്കൂ, നിങ്ങൾ പള്ളിയെ സ്നേഹിക്കൂ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാര റൂമിനെ സ്നേഹിക്കൂ. വല്ലാത്ത പ്രതിഫലമാണല്ലോ, വല്ലാത്ത ശ്രേഷ്ഠതയാണല്ലോ മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പടച്ചവനെ ഒരു പ്രായം ചെന്ന പെണ്ണ് വരുമായിരുന്നു. ഒരു പ്രായം ചെന്ന ഉമ്മ വന്നിട്ട് റബ്ബേ അള്ളാഹുവേ പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും തൂത്തു വൃത്തിയാക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പള്ളിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. പടച്ചവനെ പള്ളിയും പരിസരവും വൃത്തിയാക്കുന്ന ഉമ്മയാണ്. പ്രവാചകൻ ആ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ ആ ഉമ്മാനെ കാണാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, പടച്ചവനെ പള്ളിയെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പടച്ചവനെ എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ മസ്ജിദുണ്ട്. ഉമ്മ ഈ പ്രായമുള്ള സമയത്തും ആ പള്ളിയുടെ പരിസരം തൂക്കുന്നത് എന്റെ ഉമ്മയാ. മനസ്സു വേദനിച്ച ആ പള്ളിയുടെ പടിയിൽ പോയിരുന്ന എന്റെ ഉമ്മ കരയുമായിരുന്നു. പടച്ചവനെ ഈ ഹദീസ് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ വയ്യാതെ പള്ളിയുടെ പരിസരത്ത് പോയി പള്ളി വൃത്തിയാക്കുന്നത്? പക്ഷേ ഈ ഹദീസ് കേട്ടപ്പോ മനസ്സിൽ വല്ലാത്ത സന്തോഷം വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഹാബാ, ഈ പള്ളിയുടെ പരിസരം വൃത്തിയാക്കുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നല്ലോ, അവരെ കാണുന്നില്ലല്ലോ സഹാബാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഹാബാ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സഹാബാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് മാറുകയാണ്. റസൂലുള്ള ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? നബിയേ, അത് സാധാരണ ഒരു ഉമ്മയല്ലേ, അത് സാധാരണ ഒരു ഉമ്മയല്ലേ. എന്തിനാ നബി, അവരൊരു സാധാരണ സ്ത്രീയല്ലേ, അവര് മരിച്ചത് ഇപ്പൊ അങ്ങയോട് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് അവിടെന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ചു, അവരുടെ ഖബർ എവിടെയാ? അവരുടെ ഖബർ എവിടെയാ? പള്ളികളെ സ്നേഹിക്കുന്നവര്, നിസ്കാര സ്ഥലങ്ങളെ ബഹുമാനിക്കുന്നവര്, നിസ്കാര സ്ഥലങ്ങളെ ആദരിക്കുന്നവര്, ഇത് നിനക്കുള്ള ചരിത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നവരുടെ ഖബർ എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് അവിടെന്ന് ഖബർ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകനാ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുകയാ. റസൂലുള്ള നിസ്കരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനാ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, ആ പള്ളിയെ സ്നേഹിച്ച, ആ പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ ആ മാതാവിന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയോ? സഹാബാ, നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് സ്ഥാനമില്ലെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അവർക്ക് വല്ലാത്ത സ്ഥാനമാ. അവര് സ്വർഗത്തിൽ കിടന്നു സുഖിക്കുന്നു സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ലയിലും ഇരിക്കടാ. അവിടെ ഒരല്പനേരം ഇരിക്ക്. അത് 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നീ ആ നിസ്കാര സ്ഥലത്ത് തന്നെ ഇരിക്ക്. അല്ലാഹുവേ, മലക്കുകൾ ഇറങ്ങി വരികയാ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹും ഇർഹംഹു, അല്ലാ, ഈ മനുഷ്യന് നീ ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഈ നിസ്കാരപ്പായിലിരിക്കുന്ന പെണ്ണിന്റെ പാപം പൊറുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ.